45 അടിപൊളി മൂവിയാണ്. എല്ലാവർക്കും ഒരു പാഠം ആക്കാൻ പറ്റിയൊരു മൂവിയാണ്. കാരണം ഇതിൽ നിന്ന് നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കണതെന്നെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഈ സിനിമ കാണുമ്പോൾ. അത്രക്കൊരു ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ഓരോരോ നമ്മളിപ്പോൾ വീട്ടിൽ രാവിലെ ജോലിക്ക് പോകുന്നു, കോളേജിൽ പോകുന്നു, അങ്ങനെ കുറേ വർക്കിനൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ അമ്മേനെ നമ്മൾ മിസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ അമ്മേനെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ അമ്മേനെ മറന്നിട്ടൊന്നും ഇപ്പോൾ പെണ്ണൊന്നും ഒരു ഇതുമല്ല. പെണ്ണൊക്കെ പോട്ടെ, പെണ്ണൊക്കെ പിന്നെ ആദ്യം അമ്മ, അതായത് നമ്മുടെ ബാക്കിയുള്ള ഇത്. പക്ഷെ ഒരു പെണ്ണിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം കളയരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പിന്നെ നല്ലൊരു സിനിമയാണ്, എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ലൈഫ് മനസ്സിലാക്കി തരും ഈ സിനിമയിൽ നിന്ന് തന്നെ. നല്ലൊരു പാഠമായിരിക്കും ഈ സിനിമ. അതിലെനിക്ക് ഋഷഭ് ഷെട്ടി, പിന്നെ അതിലെ ക്യാരക്ടർ എല്ലാവരും എനിക്ക് ഇഷ്ടമായി. കാരണം എല്ലാവരും നടി ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നല്ല ഫൈറ്റ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല സൂപ്പറായിരുന്നു എല്ലാം. സിനിമയിലെ ഉള്ളിലെ കാണിച്ചു വെച്ചേക്കണ എല്ലാം അതിൻ്റെ അകത്ത് കാണിച്ചു വെച്ചേക്കണ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഫൈറ്റ് ആണെങ്കിലും അതെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഹാപ്പിയേ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞല്ലോ, അടിപൊളി എല്ലാം ഭയങ്കര അടിപൊളിയാണ്. ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഈ സിനിമയിൽ എന്താണ് നടക്കണതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയത് തന്നെ. ആദ്യം മുതൽ അവസാനം വരെ അടിപൊളി. അതെ, അത് തന്നെ. അതൊക്കെ നമുക്ക് വിശ്വസിക്കാനേ പറ്റൂല. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും. ഇതൊക്കെ ഈ സിനിമ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞത് ഒറിജിനലാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനത്തെ ഒരു സംഭവമാണ് അത്. അടിപൊളി സാധനം. ഓക്കെ, ആൾക്കാർ ഇതിൽ അഭിനയിച്ചേക്കുന്നവർ ഇപ്പം നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ നമ്മൾ എങ്ങോട്ടായി സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അതായത് ഇവരൊക്കെ നല്ല കോമഡിയന്മാരായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഈ 3 നടന്മാരും നല്ല കോമഡിയായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് പടത്തിൻ്റെ ഒരു സ്റ്റൈൽ മാറും. ഇതിലൂടെ ഒരുപാട് മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സമൂഹത്തിൽ. അതായത് ജീവിതം, മരണം, ദൈവം, മനുഷ്യൻ, വിശ്വാസം, ഇതെല്ലാം ഇതിനകത്തെ കൂടി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് VFX ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് VFX എഫക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചേക്കുന്നത്. നല്ലൊരു മെസ്സേജ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രം പറയാനുള്ളത്.